എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധ പടരുന്നു. ഇന്നലെ മാത്രം 86 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 151 പേരാണ് രോഗബാധ സംശയത്തെ തുടർന്ന് ചികിത്സ തേടിയത്. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, മഴ കൂടി കനത്തതോടെയാണ് ഇത്തരത്തിൽ പനിബാധ കൂടുന്നത്. ഏത് രീതിയിലാണ് പ്രതിരോധ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ വൈറൽ പനി ബാധിക്കുന്നവരുടെ എണ്ണം കാര്യമായി തന്നെ വർദ്ധിക്കുകയാണ്. 5400 പേർക്കാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ജില്ലയിൽ പനി ബാധിച്ചത്. ഇതിൽ ഡെങ്കിപ്പനി ബാധിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടി വരുന്നത്. ഇന്നലെ മാത്രം 86 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 151 പേരാണ് രോഗബാധ സംശയത്തെ തുടർന്ന് ഇന്നലെ ചികിത്സ തേടിയത്. 2 മാസത്തിനിടെ 2 ആഴ്ചക്കിടെ 450-ലധികം പേർക്ക് ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് എറണാകുളത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈറൽ പനി കാര്യമായി തന്നെ ജില്ലയിൽ ബാധിക്കുന്നുണ്ട്. കൂടുതൽ രോഗികൾ ഓരോ ദിവസം ചെല്ലും തോറും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി അറിയാൻ കഴിയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വൈറൽ പനിക്കൊപ്പം മഞ്ഞപ്പിത്തം, എലിപ്പനി ഇവയും കൂടി വരുന്നുണ്ട്. 209 പേർക്കാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ദിവസവും 7 ദിവസം കൊണ്ട് 34 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്നുള്ളതാണ്. 14 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലേറിയയും കൂടി വരികയാണ് സംഗീത. ശരി സഹിൻ, എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധ പടരുന്നു. ഇന്നലെ മാത്രം 86 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്.